Happy birthday to you. ഹായ് ഹലോ നമസ്കാരം. ഇന്ന് ഞങ്ങളുടെ വാവയുടെ 1ാം പിറന്നാളാണേ. രാവിലെ തന്നെ കുളിച്ച് റെഡിയായി അമ്പലത്തിലൊക്കെ പോയി വാവയ്ക്ക് ചന്ദനക്കുറിയൊക്കെ തൊട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഇവിടെ പൊങ്കാലയായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും പൊങ്കാലയൊക്കെ കഴിഞ്ഞു. ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് മടങ്ങി പോകാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എങ്കിലും ക്ഷേത്രത്തിലെത്തി വാവയുടെ ആദ്യ പിറന്നാൾ ദിനത്തിൽ തൊഴുത് ദേവിയുടെ അനുഗ്രഹമൊക്കെ വാങ്ങാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ജീവിതത്തിൽ ഏറ്റവും വേഗത്തിൽ കടന്നുപോയ ഒരു വർഷമാണ് ഈ കഴിഞ്ഞ 12 മാസങ്ങൾ. എത്ര പെട്ടെന്നാണ് ഒരു വർഷമായെന്ന് അറിയാൻ കൂടി വയ്യ. പെട്ടെന്നാണ്, ഇന്നലെ കഴിഞ്ഞ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഓരോ വളർച്ചയും വാവ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളും സത്യം പറഞ്ഞാൽ ഞാൻ ഒരു അത്ഭുതത്തോടു കൂടിയാണ് ഞാൻ നോക്കിക്കാണുന്നത്. ഇത് വാവയുടെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, അന്നമോളുടെ കാര്യത്തിലാണേലും ഞാൻ ഇങ്ങനെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെയായിരിക്കും അല്ലേ. കുഞ്ഞുങ്ങളുടെ ഓരോ വളർച്ചയും നമുക്ക് ഭയങ്കര ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണ്. അമ്പലത്തിൽ നിന്ന് വന്നിട്ട് എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ ആഘോഷങ്ങളൊക്കെ. വലിയ ആഘോഷമൊന്നുമില്ല, വീട്ടിലുള്ളവരും അയൽപ്പക്കത്തുള്ള ബന്ധുക്കളും മാത്രമടങ്ങുന്ന ഒരു കുഞ്ഞു സെലിബ്രേഷൻ ആയിരുന്നു. വലിയ രീതിയിൽ എല്ലാവരെയും വിളിച്ച് നടത്തണമെന്നൊക്കെ കരുതിയിരുന്നതാണ്. പക്ഷെ വാവയുടെ അപ്പൂപ്പൻ മരിച്ചിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ വലിയ ആഘോഷങ്ങളൊന്നുമില്ല, ചെറിയ രീതിയിൽ നടത്താമെന്ന് വെച്ചു. ചെറിയൊരു ആഘോഷമാണെങ്കിലും ഒരുപാട് സന്തോഷം തോന്നിയ കുറച്ച് നിമിഷങ്ങളായിരുന്നു. ചെറിയ രീതിയിൽ ബലൂണും ഗോൾഡൻ പേപ്പറും ഒക്കെ വെച്ചൊന്ന് അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട്. വാവയ്ക്ക് ഇടാനായിട്ടൊരു ബ്രൗൺ കളറിലുള്ള ഫ്രോക്കായിരുന്നേ. സെയിം ഫ്രോക്ക് തന്നെയായിരുന്നു അന്നക്കുട്ടിക്കും. ഞാനും അതേ നിറത്തിൽ തന്നെയുള്ള ഒരു ചുരിദാറും ആയിരുന്നു. പിറന്നാളിൻ്റെ ഹൈലൈറ്റ് കേക്കാണെന്നുണ്ടെങ്കിലും വലിയ ഡിസൈനുള്ള കേക്കൊന്നും അല്ല നമ്മൾ വാങ്ങിയത്. സിമ്പിളായിട്ടുള്ള ഒരു കുഞ്ഞു കേക്ക്. ഭക്ഷണം ബിരിയാണി ആയിരുന്നു. ഏകദേശം 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അത് കേക്ക് കട്ട് ചെയ്യാണ്. കേക്ക് വന്നപ്പം തൊട്ടേ അന്നക്കുട്ടി എൻ്റെ പുറകിന് എപ്പോഴാണ് അമ്മ കേക്ക് കട്ട് ചെയ്യുന്നത്, എപ്പോഴാണ് അമ്മ കേക്ക് കട്ട് ചെയ്യുന്നതെന്നും ചോദിച്ച് കേക്ക് തിന്നാനുള്ള കൊതി കൊണ്ട് എൻ്റെ പിന്നാലെ നടക്കുമായിരുന്നു. സന്തോഷം കണ്ടില്ലേ ദൈവമേ. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ എല്ലാം ഒന്നും ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അന്നമോള് 2-3 മാസം മുമ്പോട്ടേ എന്നോട് പറയുന്നുണ്ടായിരുന്നു അവൾക്ക് വാവയുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് കളിക്കുന്ന ഒരു ഫോൺ വേണമെന്നേ. എന്നോട് 2-3 മാസം മുമ്പോട്ടേ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറേ കടകളിലൊക്കെ തിരക്കി നമ്മൾ പണ്ട് നമ്മുടെ കളിച്ചുകൊണ്ടിരുന്ന ഒരു ഫോൺ ഉണ്ടല്ലോ, അതിൻ്റെ തന്നെ വേറൊരു രീതിയിൽ, ആ ഒരു സെയിം തന്നെ വേറൊരു രീതിയിൽ കുറച്ചുകൂടെ വലുപ്പമൊക്കെ വെച്ചിട്ട് നമ്മുടെയൊക്കെ ചെറുപ്പത്തിലുണ്ടായിരുന്നു അത് തന്നെ. അത് ഞാനാണെങ്കിൽ വാങ്ങിക്കൊടുത്തു. അപ്പോൾ അത് ചേച്ചിയുടെ വകയായിട്ട് അനിയത്തിക്കുള്ള ഒരു കുഞ്ഞു സമ്മാനം. അങ്ങനെ ഫുഡ് അടിയും കേക്ക് കട്ടിങ്ങും എല്ലാം കഴിഞ്ഞു. നല്ലൊരു ദിവസമായിരുന്നു. കണ്ടത് ഈ ഒരു ഫോണാണേ. നമ്മൾ മിൽക്കി നട്ട്സ് കേക്കായിരുന്നു കേട്ടോ വാങ്ങിയിരുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു കേക്ക് ട്രൈ ചെയ്യുന്നത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഒരുപാട് നട്ട്സും ഒക്കെ ചേർത്തിട്ട് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. നല്ല ഗ്രാൻഡ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് കരുതിയിരുന്ന ഒരു ബർത്ത്ഡേ ആണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇത്രയും പോലും നടത്താൻ പാടില്ല. പക്ഷേ ഫസ്റ്റ് ബർത്ത്ഡേ അല്ലേ, അപ്പം പിന്നെ നടത്താതിരിക്കാനും പറ്റില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം വാവയുടെ 1ാം പിറന്നാളിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എല്ലാം വാവയോടൊപ്പം ഉണ്ടാവണം. വരും വർഷങ്ങളെല്ലാം മനോഹരമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.